കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൽ കടുത്തുരുത്തി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ഒരു ക്ഷേത്രമാണ് കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രം. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് ഐതിഹ്യമുള്ള ക്ഷേത്രം കൂടിയാണിത്. ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയായ ശിവനെ കടുത്തുരുത്തി ഗ്രാമത്തിൻ്റെ ദേശനാഥനായി കരുതിപ്പോരുന്നു. ഖരമഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 3 ശിവലിംഗങ്ങളിൽ രണ്ടാമത്തേത് ഇവിടെയാണ് എന്നാണ് ഐതിഹ്യം. വൈക്കം, കടുത്തുരുത്തി, ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നത് പുണ്യമാണെന്ന് കരുതിപ്പെടും. പുരാതന കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ പറയുന്ന 4 തളി ക്ഷേത്രങ്ങളിൽ ഒരു തളിയാണ് ഈ മഹാദേവ ക്ഷേത്രം. കിഴക്കോട്ട് ദർശനം നൽകി ശാന്തരൂപത്തിൽ വാഴുന്ന ശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. പാർവതീദേവി ഭഗവാനോടൊപ്പം നിത്യസാന്നിധ്യം കൊള്ളുന്നു എന്നാണ് സങ്കല്പം. ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ, ഭദ്രകാളി, വൈക്കത്തപ്പൻ, ഏറ്റുമാനൂരപ്പൻ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ് എന്നിവർക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുണ്ട്. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ട് വരത്തക്ക വിധത്തിലാണ് ഇവിടെ നടക്കുന്ന 10 ദിവസത്തെ കൊടിയേറ്റുത്സവവും കുംഭമാസത്തിൽ വരുന്ന ശിവരാത്രിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ത്രേതായുഗത്തിൽ മാല്യവാൻ എന്ന രാക്ഷസ തപസ്യയിൽ നിന്നും ശൈവ വിദ്യോപദേശം നേടിയ ഖരൻ എന്ന അസുരൻ ചിദംബരത്തിൽ ചെന്ന് കഠിന തപസ് തുടങ്ങി സന്തുഷ്ടനായ നാഥൻ ആവശ്യമായ വരങ്ങൾ തന്നെ അനുഗ്രഹിച്ചു. അതിനോടൊപ്പം ശ്രേഷ്ഠങ്ങളായ 3 ശിവലിംഗങ്ങൾ നൽകി എന്നും കരുതപ്പെടുന്നു. ഈ 3 ശിവലിംഗങ്ങളുമായി ഖരൻ യാത്ര ആരംഭിച്ചു. ഇടയ്ക്ക് ശിവലിംഗങ്ങൾ ഭൂമിയിൽ വെച്ച് വിശ്രമിച്ച ഖരന് പിന്നീട് അത് അവിടെ നിന്ന് ഇളക്കാൻ സാധിച്ചില്ല. മഹാതപസ്യായ വ്യാഘ്രപാദ മഹർഷിയെ കണ്ടപ്പോൾ ശിവലിംഗങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ച് ഖരൻ മോക്ഷം നേടി. അന്ന് വലതു കൈ കൊണ്ട് വെച്ച ശിവലിംഗമാണ് ഇന്ന് വൈക്കം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠിക്കുന്നത്. കഴുത്തിൽ ഇറക്കി വെച്ചിരുന്നത് കടുത്തുരുത്തിയിലും ഇടത് കൈയിലേത് ഏറ്റുമാനൂരും എന്ന് കരുതപ്പെടുന്നു. ഇന്ന് പൂജിച്ച് ആരാധിക്കുന്ന ഈ 3 ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം ദർശനം നടത്തിയാൽ കൈലാസത്തിൽ പോയി ശിവദർശനം നടത്തിയതിന് തുല്യമാണെന്നാണ് വിശ്വാസം.